ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സൃഷ്ടിക്കുന്നതിനിടയാക്കിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ സമീപനമാണ്. കേന്ദ്ര ഗവൺമെൻറ് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു, വർഗീയ ശക്തികളെ വളർത്തുന്നു. അപ്പോൾ അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന BJP നമ്മുടെ രാജ്യത്ത് ദുർബലമാകണം. അത് മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൻ്റെ പ്രധാന ഭാഗമാണ്. ഈ കാഴ്ചപ്പാടോടെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ അവകാശവാദങ്ങളെ നേരിടാൻ BJP എതിർക്കുന്ന മതനിരപേക്ഷ ചിന്താഗതിയുള്ള പാർട്ടികളെല്ലാം സന്നദ്ധമായി. BJPയുടെ അവകാശവാദം ഞങ്ങൾ 2/3 ഭൂരിപക്ഷത്തോടെ, അതിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിൽ വരുമെന്നായിരുന്നു. അങ്ങനെ വന്നാൽ ഭരണഘടന പൊളിച്ചെഴുതും, മതനിരപേക്ഷത കാമത്ത് സംഭവിക്കും, അവരാഗ്രഹിക്കുന്ന വർഗീയ അജണ്ടകളെല്ലാം ഓരോന്നോരോന്നായി നടപ്പാക്കും. ഇത് രഹസ്യമായി പറഞ്ഞതല്ല, പരസ്യ നിലപാടാണ്. അപ്പോൾ അത് തടയണമെങ്കിൽ BJP ദുർബലപ്പെടും. BJP ദുർബലപ്പെടുന്നതിന് ഏറ്റവും പ്രധാനം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വ്യത്യസ്ത പാർട്ടികൾക്ക് വ്യത്യസ്തങ്ങളായ നിലപാടുകൾ സ്വീകരിക്കാനാവും. എന്നാൽ ആ വ്യത്യസ്തമായ പാർട്ടികൾക്കെല്ലാം ഏകോപിതമായ രീതിയിൽ BJPയെ ദുർബലപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കാനാവും. രാജ്യത്തിൻ്റെ പൊതുചിത്രം പരിശോധിച്ചാൽ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പ്രാദേശിക പാർട്ടികൾ പ്രബലമാണ്. ആ പ്രാദേശിക പാർട്ടികളെ BJPക്കെതിരെ അണിനിരത്തുക, അതോടൊപ്പം യോജിക്കാവുന്ന BJPക്കെതിരെ അഭിപ്രായമുള്ള മുഴുവൻ പേരെയും യോജിപ്പിച്ച് നിർത്തുക. അങ്ങനെ വന്നാൽ സംസ്ഥാനം തോറും ഉടലെടുക്കുന്ന ഇത്തരമൊരു യോജിപ്പിലൂടെ BJPയെ ദുർബലപ്പെടുത്താനാകും, പരാജയപ്പെടുത്താനാകും. ഇതാണ് നാം നേരത്തെ മുതൽ വാദിച്ചു വന്നത്. അതാണ് പൊതുവിൽ സ്വീകരിക്കപ്പെട്ടത്. ആ സ്വീകരിക്കപ്പെട്ടതിൻ്റെ ഒരു ഭാഗമായാണ് ഇന്ത്യ എന്ന പേരിൽ ഒരു പൊതുവേദി രൂപം കൊണ്ടത്. ഇത്തരത്തിൽ ഒരു വേദി രൂപം കൊള്ളുമ്പോൾ എല്ലാവരും, എല്ലാ പാർട്ടികളും മുൻതൂക്കം നൽകേണ്ടത് BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ളതിനാണ്. അതിൻ്റെ ഭാഗമായുള്ള സമീപനം സ്വീകരിക്കാൻ എല്ലാ പാർട്ടികളും തയ്യാറാണ്. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏളിക്കൊട്ടെന്ന നിലയിൽ രാജസ്ഥാനും മധ്യപ്രദേശുമൊക്കെ തെരഞ്ഞെടുപ്പുകൾ വന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. ആ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ ജനവികാരം BJPക്കെതിരെ നിലക്കുകയാണ്. അപ്പോൾ നല്ല നിലയിൽ BJPയെ പരാജയപ്പെടുത്താനാണ്. ആ പരാജയപ്പെടുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനത്തിന് മതനിരപേക്ഷ ശക്തികൾക്കാകെ കരുത്തു പകരും. പക്ഷേ അത്ര ഉയർന്ന രീതിയിൽ ചിന്തിക്കാൻ നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ പാർട്ടിയാണെന്ന് പറയുന്ന കോൺഗ്രസിന് പറ്റിയില്ല.
കോൺഗ്രസ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം ആളുകളെ BJPക്കെതിരായ ശക്തികളെ യോജിപ്പിച്ച് നിർത്തുന്നതിൽ താല്പര്യം കാണിച്ചില്ല. വളരെ സങ്കുചിതമായ ഒരു നിലപാടാണ് അവർ കൈക്കൊണ്ടത്. അവർക്ക് വിജയം മുഴുവൻ ഒറ്റക്ക് വേണം. കാരണം BJPക്കെതിരെ ശക്തമായ ജനവികാരം വന്നിട്ടുണ്ട്. അപ്പോൾ വിജയത്തിൽ മറ്റാർക്കും പങ്കു കൊടുക്കേണ്ടതില്ല, മറ്റാരെയും തങ്ങളോടൊപ്പം നിർത്തേണ്ടതില്ല. ഈ സമീപനമാണ് BJPക്കെതിരെ സ്വീകരിക്കേണ്ട സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് സ്വീകരിച്ചത്. ഫലം നമ്മൾ കണ്ടതാണ്. ആ 3 സംസ്ഥാനങ്ങളിലും BJP തിരിച്ചു വന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഫലം. അതുണ്ടാക്കിയത് കോൺഗ്രസിന്റെ തെറ്റായ സമീപനമാണ്. ഏതായാലും അതിനെതിരെ പൊതുവായ വിമർശനമുയർന്നു. അതുകൂടി കണ്ടുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ സന്നാഹമൊരുക്കി. എന്നാൽ അവിടെയും യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്ത സമീപനം ചിലയിടങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ചു. അത്തരമൊരു സമീപനം സ്വീകരിച്ചിരുന്നില്ലായിരുന്നുവെങ്കിൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ മറ്റൊന്നാകുമായിരുന്നു. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടിയേറ്റു. 3-2 ഭൂരിപക്ഷം പ്രതീക്ഷിച്ചവര് കേവല ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ കേവല ഭൂരിപക്ഷത്തിൽ എത്തുന്നതിന് 2 പ്രധാന പാർട്ടികളെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒപ്പം BJPക്ക് കൂട്ടേണ്ടതായി വന്നു. അപ്പോ BJPക്ക് നേരത്തെ അവകാശപ്പെട്ട രീതിയിൽ എന്തും ചെയ്യാനുള്ള സ്വന്തം ശക്തി ഇല്ലാതായി. ഭരണഘടന പൊളിച്ചെഴുതല്, മതനിരപേക്ഷത ഇല്ലാതാക്കല്, BJPയുടെ വർഗീയ അജണ്ടകൾ നടപ്പിലാക്കല്, ഇതിനൊന്നും സാധ്യതയില്ലാത്ത മട്ടിലേക്ക് ആ തെരഞ്ഞെടുപ്പ് ഫലം എത്തിച്ചു. അത് വ്യക്തമായ ഒരു സന്ദേശമാണ്. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീട് നമ്മുടെ രാജ്യത്ത് BJPക്കെതിരെ നിലകൊള്ളുന്നവർ പ്രവർത്തിക്കേണ്ടത്.